പ്രകൃതി ചികിത്സയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പ്രമുഖ പ്രചാരകനായ ഡോക്ടർ ജേക്കബിനെ ജൂലൈ മാസത്തിൽ ജീവനം അതിജീവനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ആകാശവാണിയിൽ പ്രഭാഷണം നടത്തുന്നതായി അറിയാൻ കഴിയും. വളരെ നല്ല ഒരു കാര്യമാണ് ആകാശവാണി നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാ മേഖലകളിൽ നടത്തുന്ന ചികിത്സയേക്കാൾ എന്തുകൊണ്ടും പ്രകൃതി ചികിത്സ അതിനോട് കിടപിടിക്കുന്നതാണ്. പാർശ്വഫലങ്ങളില്ല, പാർശ്വഫലങ്ങൾ മോശമായ നിലയിലില്ല എന്നതാണ് പ്രകൃതി ചികിത്സയ്ക്കുള്ള ഒരു പ്രധാന നേട്ടം. ആ നിലയിൽ കാലത്തെ ഒരു തൊട്ടിയിൽ കുറച്ചു നേരം 10-15 മിനിറ്റ് വെള്ളത്തിലിരിക്കുക, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ മട്ടൻ, കോഴി ഇതുപോലുള്ള ഇറച്ചി സാധനങ്ങൾ ഒഴിവാക്കി പച്ചക്കറി സാധനങ്ങൾ, പ്രകൃതിദത്തമായ സാധനങ്ങൾ കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അതുതന്നെ പഴവർഗ്ഗങ്ങൾ ഒരു നേരം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ളത് വന്നാൽ മിക്കവാറും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അത് തന്നെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ നിലയിൽ പ്രകൃതിയെ സംബന്ധിച്ചുള്ള ആനുകാലികമായ പ്രഭാഷണങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെ സഹായകമാകും. ഇപ്പോഴീ മഴക്കാലം വരുമ്പോഴേക്ക് ഒട്ടേറെ അസുഖങ്ങൾ, പനി, ഡെങ്കിപ്പനി, അതുപോലെ തന്നെ എലിപ്പനി തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ ഈ മഴക്കാലത്തിനോടനുബന്ധിച്ച് സാധാരണ വരാറുള്ളതാണ്. ശുചീകരണം അത്യന്താപേക്ഷിതമാണ്. ആ ശുചീകരണത്തോടൊപ്പം തന്നെ പച്ചക്കറി സാധനങ്ങൾ ഉപയോഗിക്കാൻ കൂടി ആളുകളെ പ്രേരിപ്പിച്ചാൽ വളരെയധികം അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ആ നിലയിൽ ഡോക്ടർ ജേക്കബിൻ്റെ പ്രഭാഷണം കേരളത്തിലെ വലിയൊരു വിഭാഗം, കേരളത്തിനകത്തും പുറത്തുമുള്ള വലിയൊരു ജനവിഭാഗത്തിന് വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായകമാകുമെന്ന് ഞാൻ ആശിക്കുന്നു. അതിനെല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു.